ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 10,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. അപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 5,500 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ C61 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. HD റെസൊല്യൂഷനും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചൊക്കെ വരുന്നുള്ളൂ. പക്ഷേ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയ ടെക്കിന്റെ ഹീലിയോ G36 എന്നുള്ള പ്രോസസ്സറേ വരുന്നുള്ളൂ. 8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊന്നും വരുന്നില്ല. 5,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റെഡ്മി A2 വരുന്നുണ്ട്. പക്ഷേ വില 5,700 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ 6,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ E40 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കുറച്ച് പഴയ ഫോണാണ്, പക്ഷേ ഇപ്പം 6,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കിട്ടുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് പഞ്ചോൾ ഡിസൈൻ എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ തന്നെ യൂണി SoC T700 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി മോട്ടറോളയുടെ പുതിയൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 7,300 രൂപ പ്രൈസ് റേഞ്ചിൽ G04S എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. യൂണി SoC T606 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. പിന്നെ 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുള്ളൂ. 5000 mAh ബാറ്ററിയും 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 7,300 രൂപ പ്രൈസ് റേഞ്ചിൽ പുതിയ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 6,500 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോപ്പ് 9 എന്നുള്ള സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഇതിലും നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയ ടെക്കിന്റെ ഹീലിയോ G50 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. 13 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് ലാവ യുവ 3 എന്നുള്ള സ്മാർട്ട് ഫോണും 6,800 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പക്ഷേ യൂണി SoC T606 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. 6,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ 6,200 രൂപ പ്രൈസ് റേഞ്ചിൽ ഇൻഫിനിക്സ് സ്മാർട്ട് 8 HD എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ലാവ യുവ 3 ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നില്ല. എന്നാൽ വിലയാണെങ്കിൽ 6,200 രൂപ പ്രൈസ് റേഞ്ചിലേ വരുന്നുള്ളൂ. ഇനി സാംസങ്ങിന്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 6,500 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് M05 എന്നുള്ള സ്മാർട്ട് ഫോൺ വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ്. HD റെസൊല്യൂഷനും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചൊക്കെ വരുന്നുള്ളൂ. മീഡിയ ടെക്കിന്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. 6,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ 6,900 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ടെക്നോ സ്പാർക്ക് Go 1 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ പഞ്ചോൾ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. പിന്നെ യൂണി SoC T615 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 13 മെഗാ പിക്സലിലെ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുണ്ടെങ്കിൽ 7,900 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ C63 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ബാക്കി ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ. പഞ്ചോൾ ഡിസൈൻ പോലും വരുന്നില്ല. HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. യൂണി SoC T612 എന്ന പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ബെറ്റർ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഫോൺ സെലക്ട് ചെയ്യാം. പിന്നെ സാംസങ്ങിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 8,400 രൂപ പ്രൈസ് റേഞ്ചിൽ M14 4G എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചിനെ വരുന്നുള്ളൂ. പിന്നെ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെയാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. സാംസങ്ങിന്റെ തന്നെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു 8,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് പല 5G ഫോൺസും കിട്ടുന്നുണ്ട്. ഇപ്പം 5G ഫോൺസ് പറയുന്നതിന് മുമ്പ് ചില 4G ഫോൺസിന്റെ കാര്യം കൂടി ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പം റെഡ്മിയുടെ തന്നെ ഒരു 4G ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് 5G ഒന്നല്ല ഇമ്പോർട്ടൻറ്റ്, ഫുൾ HD റെസൊല്യൂഷനൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് എന്നുണ്ടെങ്കിൽ റെഡ്മി 12 4G എന്നുള്ള സ്മാർട്ട് ഫോൺ 8,700 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനും 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്.
മീഡിയാടെക്കിൻ്റെ ഹീലിയോ G88 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 8700 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പം നിങ്ങൾക്ക് 5G അല്ല വേണ്ടത്, അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, ഫുൾ HD റെസൊല്യൂഷൻ, അതുപോലെ തന്നെ റെഡ്മിയുടെ ഒരു ഫോണും കൂടിയാണെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് റിയൽമിയുടെ ഒരു ഫോൺ വേണം, അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ 5Gയേക്കാൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് AMOLED ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ റിയൽമി 10 എന്നുള്ള സ്മാർട്ട് ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഇത് കുറച്ച് പഴയ ഫോണാണ്, എന്നാലും 10,000 രൂപയ്ക്ക് താഴെ തന്നെ നമുക്ക് ഇതിൽ AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. ഫുൾ HD റെസൊല്യൂഷൻ തന്നെയാണ് വരുന്നത്. പഞ്ച്വൽ ഡിസൈനും 90 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G99 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. ഇനി 5G ഫോണുകളുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 8000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഐടെൽ P55 5G എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള 5G ഫോണാണ്. HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് വെച്ച് ഡിസൈനിൽ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും പിന്നെ 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. മീഡിയാടെക് ഡിമെൻസിറ്റി 6080 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. അതാണ് എടുത്തു പറയേണ്ട കാര്യം. 8000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 8500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം റെഡ്മിയുടെ A4 5G എന്ന സ്മാർട്ട് ഫോൺ ഇപ്പോൾ അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോക്കോ C75 5G എന്ന ഫോൺ വരുന്നുണ്ട്. രണ്ടും സെയിം ആണ്. ഇപ്പം സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പും ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 8500 രൂപ പ്രൈസ് റേഞ്ചിൽ പുതിയ ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളും കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഫോണുകളിൽ എയർടെലിൻ്റെ 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. ജിയോ 5G മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ജിയോ സിം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു 5G ഫോൺ എടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ പോക്കോയുടെയും റെഡ്മിയുടെയും കാര്യത്തിൽ റെഡ്മി 13C 5G, പോക്കോ M6 5G ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പം പോക്കോ 8500 രൂപ പ്രൈസ് റേഞ്ചിലും റെഡ്മി 9000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും അവൈലബിൾ ആണ്. അപ്പം ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും ക്യാമറ സെറ്റപ്പും ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ മീഡിയാടെക് ഡിമെൻസിറ്റി 6100+ എന്ന പ്രോസസ്സറാണ് വരുന്നത്. മേജർ ആയിട്ടുള്ള എല്ലാ 5G സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഇനി റെഡ്മിയുടെയും പോക്കോയുടെ ഒന്നും അല്ല വേണ്ടത്, നിങ്ങൾക്ക് ലാവയുടെ ഒരു 5G ഫോൺ വേണം, അതുപോലെ തന്നെ ഒരു പഞ്ച്വൽ ഡിസൈനും കൂടി വേണമെന്നുണ്ടെങ്കിൽ 8700 രൂപ പ്രൈസ് റേഞ്ചിൽ ലാവ യുവ 5G എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ, പക്ഷേ പഞ്ച്വൽ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പും ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. 8700 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ യൂണി SoC T750 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 9500 രൂപ പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ വരുമ്പോൾ ടെക്നോ പോപ്പ് 9 5G എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ, പക്ഷേ പഞ്ച്വൽ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ മീഡിയാടെക് ഡിമെൻസിറ്റി 6300 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 48 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 9500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ ഏകദേശം ഇതേ ഫീച്ചേഴ്സുമായിട്ട് ടെക്നോ 13C 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷേ വില 10,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഏകദേശം ഇതേ ഫീച്ചേഴ്സുമായിട്ട് ഇൻഫിനിക്സ് ഹോട്ട് 50 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വില 10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ 10,000 ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് മോട്ടോ G35 5G എന്ന സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു 5G ഫോണാണ്. 10,000 രൂപയ്ക്ക് താഴെ തന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇതിൽ കിട്ടുന്നുണ്ട്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. പഞ്ച്വൽ ഡിസൈൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ക്യാമറയിൽ 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും ഓക്കെയാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ യൂണി SoCയുടെ പ്രോസസ്സറാണ് വരുന്നത്. യൂണി SoC T760 എന്നുള്ള പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. 10,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഇതും 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തതിൽ 10,000 രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. അപ്പം ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ 6500 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോപ്പ് 9 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്തേക്കാം. ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G35 5G എന്ന സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക. ഇനി AMOLED ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ പഴയ റിയൽമി 10 എന്നുള്ള സ്മാർട്ട് ഫോണും നോക്കിയേക്കാം. ഇനി ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ബഡ്ജറ്റിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ
ഞാൻ പോക്കോ M6 5G അല്ലെങ്കിൽ റെഡ്മി 13C 5G ഒക്കെ കൺസിഡർ ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലിസ്റ്റ്. ഇതുപോലെ നിങ്ങൾക്കും ഒരു ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.